എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മനസ്സിലിങ്ങനെ അത് കണ്ട സമയം തൊട്ടിങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ആരുടെയുമല്ല, രേണുസുധിയുടെ കാര്യം തന്നെയാണ്. രേണുസുധി കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾ, അങ്ങനെ തന്നെ വേണം പറയാൻ. നമ്മളൊക്കെ എത്രയോ ആൽബം സോങ്ങുകൾ കണ്ടിരിക്കുന്നു അല്ലേ? ഒരുപാട് ആൽബം സോങ്ങുകൾ, അത് ഇന്നും ഇന്നലെ അല്ല, ആൽബം സോങ്ങുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. ഈ രേണുസുധിയെ വെച്ചിട്ട് ആളുകൾ പിടിക്കുന്നത് മൊത്തം കെട്ടിപ്പിടുത്തവും എടുത്ത് വട്ടം ചുറ്റലും വെള്ളത്തിൽ കിടന്ന് ഉരുണ്ടുമറിയലും. ഈ കുട്ടി ഇതിനൊക്കെ നിന്നു കൊടുത്തിട്ടല്ലേ. ഒരു ആൽബത്തിൽ അഭിനയിക്കാനായിട്ട് വിളിക്കുമ്പോൾ മറ്റെല്ലാം മറന്നിട്ട് നമ്മൾ ചോദിക്കണം, എന്താണ് സീൻ, എൻ്റെ റോൾ എന്താണ്. എല്ലാ സോങ്ങുകളിലും റിപ്പീറ്റ് അടിച്ചിട്ട് ഈ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വരുമ്പോൾ നോ പറയേണ്ടത് ആരാണ്? ആ കുട്ടിയെ വെച്ചിട്ട് മുതലെടുക്കുകയാണ്. അത് മനസ്സിലാക്കാണ്ടൊന്നും അല്ല, അതിനങ്ങോട്ട് നിന്നു കൊടുക്കുക. എന്താ സുഖം. പക്ഷേ രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണെന്ന് വിചാരിക്കണം. മുഖത്ത് ചെളി വാരിത്തേക്കാണ് ആ മൂത്ത കുഞ്ഞിൻ്റെ. താഴെയുള്ള കുട്ടിയൊന്നും അറിയുന്നില്ല, അതിനുള്ള പ്രായമായിട്ടില്ല. ഈ ആൾക്കാരിടുന്ന കമൻറ്റുകളൊക്കെ ആ മോൻ കമൻറ്റ് ബോക്സ് തുറക്കാറുണ്ടാവില്ല, കമൻറ്റുകളൊന്നും കുട്ടി കാണാറുണ്ടാവില്ല ഇപ്പോൾ. എന്നാലും അതിൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ആണ്ട്, അന്ന് എന്താണ് ആ വീട്ടിൽ നടമാടിയത്? പേക്കൂത്ത്, ഇതിനെ അങ്ങനെയൊക്കെയാണ് പറയാം. നമ്മുടെ ഭർത്താവ് മരിച്ചു, നമ്മൾ ആ വേദനയിലാണ്. അപ്പോൾ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ലഘുഭക്ഷണം ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഓർത്തിട്ട് ഒരു ചെറിയ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും, മൗനമാണ് ആ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് അന്നുണ്ടാവുക. ഒരു മരണവീടിന് ഏതാണ്ട് ഒരു തുല്യത ആ വീട്ടിൽ വരും. അന്നേ ദിവസം, എല്ലാ ദിവസവും എന്നല്ല ഞാൻ പറയണത്, നമ്മൾ അന്നേ ദിവസം ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരുന്നവരായിട്ട് അഴിഞ്ഞാടല്ല ചെയ്യേണ്ടത്. എന്താണെന്ന് അവിടെ നടന്നത്? ആ മനുഷ്യൻ, ആ പെരാര ആ മുറ്റത്തിറങ്ങിയിട്ട് എന്ത് ഡാൻസ്, എന്തിനാണ് ഡാൻസ് ചെയ്തത്? രേണുസുധി കൈയടിച്ചു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. പിന്നെ എനിക്കിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലെ തേങ്ങൽ എന്തായിരുന്നു വെച്ചാൽ, ഒരു വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ ആണ്, അത് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു വീഡിയോ തന്നെയാണ്. ആ വീഡിയോയിൽ ഈ രേണുസുധി ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതിലാണ് ആ ഞെട്ടലാണ് എനിക്കിപ്പോഴും ഈ വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകിയത്. ആ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിച്ചിറക്കിയ കറൻസി നോട്ടിന് തുല്യമായിട്ട് പട്ടപ്പട്ടാന്നിരിക്കുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആ ചെറിയ കുട്ടിക്ക് ഏതാണ്ട് ഒരു 3-4 വയസ്സൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പം എത്രയോ വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞതാണ്, എനിക്കതറിയില്ല. എങ്കിലും ഇന്നോ ഇന്നലെയോ മറ്റന്നാളോ അല്ല, കുറച്ച് വർഷങ്ങളായി. ഇവർ ഒരു വാടക വീട്ടിൽ, സുധിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സുധി മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ മുറി വീട്ടിൽ, ഒരു മുഷിഞ്ഞ ഒരു വീട്ടിൽ ഇവർ താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലൊക്കെ താമസിച്ചിട്ട് ഈ നല്ല വീട്ടിലേക്ക് വന്നപ്പോഴും ഈ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ തയ്യാറാക്കിയതുപോലെ തന്നെ ഇരിക്കുന്നു. സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കാണും. മൊത്തം കള്ളത്തരമാണ്, കള്ളത്തരത്തിൻ്റെ ഉഡായിപ്പാണ് രേണുസുധി. കാരണം എത്രയോ വിവാഹങ്ങൾ, ഒരു പാസ്റ്റർ കെട്ടിന്നോ, സുധി 3 വിവാഹം കഴിച്ചെന്നോ. ഈ വിവാഹങ്ങളുടെ ഒരു ഘോഷ യാത്ര തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ. കള്ളത്തരം. ഈ നമ്മളൊരു നുണ പറഞ്ഞാൽ 9 നുണ പറയേണ്ടി വരും. ചിലപ്പോൾ ആ 9 നുണ പറഞ്ഞാലും നമ്മൾ അതിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രേണുവിൻ്റെ യാത്ര ശരിയല്ല. ആര് എത്ര പോസിറ്റീവ് കമൻ്റ് ഇട്ടാലും, അയ്യോ രേണു പാവമാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിക്കുന്നത് എന്തിനാ? നല്ലതുപോലെ ജീവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കേരളത്തിൽ, നല്ലതുപോലെ ജീവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തിന് എങ്ങനെയെങ്കിലും ജീവിക്കുന്നു? അതിൻ്റെ കാര്യമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണ്ട.
അന്തസ്സായിട്ട് നല്ലതുപോലെ ജീവിക്കും. അതിനുള്ള സാധ്യത നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്. അതൊന്നും കാണാതെ ഇങ്ങനെ ഈ അതല്ല, ഒരാൾ കഴിഞ്ഞ ദിവസം എടുത്ത് വട്ടം കറക്കിയിട്ട് ഒരു കൈ രേണുവിൻ്റെ ബ്രസ്റ്റേലാണ്. രേണു ആ കൈ എടുത്ത് മാറ്റുന്നു. നാണമില്ലേ? മോശമില്ലേ? ഇതൊക്കെ കാണുന്നുണ്ട് ക്യാമറ കണ്ണുകൾ, ഇതൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് രേണു. ശരിയല്ല ഇതൊന്നും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.